റഷ്യ ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്ത് രാജ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇനി നടക്കാൻ പോകുന്നത് ഒരു വമ്പൻ ഡീലാണ്. ഇന്ത്യയുടെ സുഖോയ് 30 MK യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കുന്നതിനായി റഷ്യ അതിന്റെ അഡ്വാൻസ്ഡ് KH-69 സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാമെന്നിപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എയ്റോ ഇന്ത്യ 2025 ഫെബ്രുവരിയിലാണ് റഷ്യ ഇതേ രീതിയിലുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിനായുള്ള പ്രേരണയ്ക്കിടെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത്. ഈ സംഭരണം പ്രായോഗിക സംഖ്യയിലേക്ക് ഉയർന്നാൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തത്തോടെ പ്രാദേശിക ഉൽപാദന ലൈനുകൾ സ്ഥാപിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. KH-69 റഷ്യൻ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളിലെ സങ്കീർണമായ ഒരു പരിണാമത്തെയാണ് കാണിക്കുന്നത്. KH-59 പരമ്പരയിലെ ഒരു അപ്ഗ്രേഡ് ആണ് KH-69 മിസൈൽ. ടാക്ടിക്കൽ മിസൈൽസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഈ മിസൈലിനെ കുറഞ്ഞത് 400 കിലോമീറ്റർ ദൂരപരിധിയും 710 കിലോഗ്രാം ഭാരവും 310 കിലോഗ്രാം ഉയർന്ന സ്ഫോടനാത്മക വാർഹെഡുമാണ് ഉള്ളത്. റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളും കാര്യക്ഷമവും താഴ്ന്ന നിരീക്ഷണയോഗ്യവുമായ എയർഫ്രെയിമും വഴി നേടിയെടുത്ത കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. താഴ്ന്ന ഉയരങ്ങളിൽ ഭൂപ്രദേശങ്ങളെ ആലിംഗനം ചെയ്യാനും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കാനും ഇതിന് സാധിക്കും. 2022 മുതൽ ഉക്രൈൻ പോരാട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള KH-69 ഇനേർഷ്യൽ നാവിഗേഷൻ, സാറ്റലൈറ്റ് തിരുത്തലുകൾ, ടെർമിനൽ കൃത്യതയ്ക്കായി ഒരു ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സീക്കർ എന്നിവ സംയോജിപ്പിച്ച് ഒരു ഹൈബ്രിഡ് ഗൈഡൻസ് സ്യൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നു. കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരായ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്ക് ഇത് അനുയോജ്യമാണ്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം 260 യൂണിറ്റിലധികം വരുന്ന മൾട്ടി റോൾ ഫൈറ്റർ വിമാനമായ സുഖോയ് 30 MKIൽ സൂപ്പർസോണിക് ബ്രഹ്മോസ് ALCM ഇതിനകം തന്നെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് 2.9ൽ കൂടുതലാണ്. 290 മുതൽ 450 കിലോമീറ്റർ പരിധിയുള്ള ശക്തമായ ഒരു കൈനറ്റിക് പഞ്ചാണ് ഇത് നൽകുന്നത്. എന്നാൽ ബ്രഹ്മോസ് Aയുടെ 2500 കിലോഗ്രാം ഭാരമുള്ള പേലോഡ് ഒരു വിമാനത്തിൽ 1-2 ആയി ഇതിനെ പരിമിതപ്പെടുത്തുന്നു. അതായത് സുഖോയ് 30 MK യുദ്ധ വിമാനത്തിൽ ബ്രഹ്മോസ് 1-2 ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേസമയം ഇതിന് വിപരീതമായി ഭാരം കുറഞ്ഞ KH-69 സുഖോയ് 30 MK പൈലറ്റുമാർക്ക് നിലവിലുള്ള ആയുധ ശേഖരങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കും. കുറഞ്ഞ പരിഷ്കാരങ്ങളുടെ വിങ് പൈലോണുകളിൽ 4 മിസൈലുകൾ വരെ ബാഹ്യമായി വഹിക്കാൻ ഇതിന് സാധിക്കും. അതായത് ബ്രഹ്മോസിന്റെ ഒരു പോരായ്മ KH-69 ഇവിടെ ഒഴിവാക്കുന്നു. ഇതൊരു പ്രധാന പോരായ്മയായി പരിഹരിക്കുന്നു. IAFന്റെ റാഫേൽ ഫ്ലീറ്റ് 560 കിലോമീറ്റർ ദൂരപരിധിയും 2019 ബാലാകോട്ട് ആക്രമണങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ തെളിയിക്കപ്പെട്ട കാര്യക്ഷമതയുമുള്ള സ്റ്റെൽത്തി സബ്സോണിക് സ്കാൾപ്പ് EG ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മവും എല്ലാ കാലാവസ്ഥയിലെ കൃത്യതയുള്ളതുമായ സ്ട്രൈക്കുകൾക്കായി താരതമ്യപ്പെടുത്താവുന്ന ദീർഘദൂര താഴ്ന്ന നിരീക്ഷണ സബ്സോണിക് ഓപ്ഷൻ സുഖോയ് 30 MKയിൽ ഇല്ല. എന്നാൽ ഇന്ത്യയുടെ ഈ ALCM വേണ്ടിയിട്ടുള്ള പര്യവേഷണം എന്ന് പറയുന്നത് റഷ്യയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. 400 കിലോമീറ്റർ ദൂരപരിധിയും മോഡുലാർ വാർഹെഡുകളുമുള്ള ഒരു ക്വാസി ബാലിസ്റ്റിക് സംവിധാനമായ എയർലോറ മിസൈൽ സുഖോയ് 30 MK സംയോജനത്തിനായി ഇസ്രായേൽ വിന്യസിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വിന്യസിക്കുന്നതിനും കപ്പൽ വിരുദ്ധ വൈവിധ്യത്തിനും പ്രാധാന്യം നൽകുന്നു. അതേപോലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായി DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിർഭയ് മിസൈലുമുണ്ട്. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സബ്സോണിക് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ പ്രവർത്തന അനുമതിയോടെ അടുക്കുകയാണിപ്പോൾ. എന്നാൽ ഇതിന്റെ പരീക്ഷണത്തിലെ കാലതാമസം ഇതിനെ ഇപ്പോൾ മുൻനിര പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ റഷ്യയുടെ ഇപ്പോഴത്തെ ഈ നിർദ്ദേശം, അതായത് TOT അടക്കമുള്ള ഘടകം എന്ന് പറയുന്നത് ബ്രഹ്മോസ് സംയുക്ത സംരംഭത്തിൽ കാണുന്നത് പോലെ ലൈസൻസ് ഉള്ള ഉൽപാദനത്തിനും സഹവികസനത്തിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പിവറ്റുമായി യോജിക്കുകയും ചെയ്യുന്നു. റഷ്യൻ ആയുധ കയറ്റുമതിക്കാരായ റോസോബോറോൺ എക്സ്പോർട്ടാണ് എയ്റോ ഇന്ത്യ 2025ൽ ഈ പ്രസ്താവന ആദ്യമായി അവതരിപ്പിച്ചത്. KH-69 സുഖോയ് 30 MK ഏവിയോണിക്സുമായുള്ള അനുയോജ്യതയും ഇന്ധനക്ഷമതയുള്ളതും ഒഴിവാക്കാവുന്നതുമായ വിമാനങ്ങൾക്കായുള്ള അതിന്റെ സബ്സോണിക് പ്രൊഫൈലും എടുത്തു കാണിച്ച സ്കെയിൽ ചെയ്ത മോഡലുകളും സംക്ഷിപ്ത വിവരങ്ങളും ഉണ്ടായിരുന്നു. HAL പോലുള്ള സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പോലുള്ള സ്വകാര്യ കമ്പനികളിലോ സഹകരണ ഉൽപാദനമാണ് റഷ്യ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യ ഒരു പ്രാരംഭ ബാച്ചിന്, ഉദാഹരണത്തിന് 200 മുതൽ 300 യൂണിറ്റുകൾക്ക് സമർപ്പിത ഇന്ത്യൻ ഉൽപാദന ലൈനിനായി പൂർണ്ണ ബ്ലൂ പ്രിന്റുകൾ, ഉപകരണങ്ങൾ, പരിശീലനം എന്നിവ പങ്കിടാൻ റഷ്യ തയ്യാറാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു കരാർ എന്ന് പറയുന്നത് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് ഇതൊരു നിർണായക നിമിഷമാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.